Hi friends, welcome back to my channel Aysha's World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറാച്ചി ഹൽവയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് കോൺഫ്ലവറിലേക്ക് 2 കപ്പ് വാട്ടർ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ടൊക്കെ അടഞ്ഞ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളറും മിക്സ് ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് പഞ്ചസാര, അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു 1/2 ലെമണിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിക്കായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒന്ന് ഗീ പാട്ടി കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം.
ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കറാച്ചി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഞാനിവിടെ നല്ല വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്കും ഷെയറും ഒക്കെ അത് ചെയ്യണം.